ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷെയ്ഡിൽ, അതായത് സിറ്റ് ഔട്ടിൻ്റെ ഷെയ്ഡിൽ നമുക്ക് എത്ര LED ഇടാം എന്നുള്ളതാണ്. ഇതൊരു ചെറിയൊരു ഏരിയയാണ്, സിറ്റ് ഔട്ട് ഏരിയയാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ ലൈറ്റുകളൊന്നും ഇടാൻ പറ്റത്തൊന്നുമില്ല. നമ്മളൊരു മാക്സിമം ഒരു 5 ലൈറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. കാരണം തുല്യ അളവ് നോക്കി 5 ലൈറ്റേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ ലൈറ്റുകൾ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം മെയിനായിട്ടും ഷെയ്ഡ് ചെറുതായതുകൊണ്ടാണ്. സിറ്റ് ഔട്ട് ഏരിയ ചെറുതായതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചത് 20 mm ബെൻഡിങ് പൈപ്പും, അതായത് ബ്ലാക്ക് പൈപ്പും ബെൻഡിങ് പൈപ്പും, അതേപോലെ 20 mm ജംഗ്ഷനുമാണ്, 2-വേ ജംഗ്ഷനുമാണ് കയറി ഇറങ്ങി നമ്മൾ ഇട്ട് ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ ഫ്രണ്ടിലൊരു ഹൂക്കും നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പിടിച്ച് കെട്ടാനൊക്കെ ആ ഹൂക്ക് ഉപകരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. നമ്മൾ കറക്റ്റ് അളവ് നോക്കി 5 എണ്ണം തുല്യ അകലത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 4-വേ ജംഗ്ഷനാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിൽ നിന്ന് നേരെ ഒരു ലൈൻ വരുന്നത് ഇവിടെ ഒരു ബീമുണ്ട്. അപ്പം സിറ്റ് ഔട്ട് ഏരിയയുടെ തൊട്ട് മേളിൽ തന്നെ ഒരു ബീമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. 3 വാട്ട്സിൻ്റെ സ്ട്രൈക്കർ വെക്കാനാണ്, LED വെക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ 2 ലൈറ്റ് അതും വെച്ചിട്ടുണ്ട്. കാരണം 2 ലൈറ്റ് വെക്കാൻ കാരണം അത് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിടാം. ഈ ഏരിയയും നമുക്ക് പഴയ ഷെയ്ഡാണ്. പഴയ ഷെയ്ഡിൻ്റെ അകത്ത് നമുക്കൊരു 3 ലാമ്പ് കൊണ്ടുപോകാനുണ്ട്. അതിന് നമ്മൾ അതുകൊണ്ട് ഇവിടെ കട്ട കെട്ടി തിരിക്കുന്ന ഭാഗമായതുകൊണ്ട് നമ്മളിവിടെ അടിച്ച് കിഴിച്ച് പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ 4-വേ ജംഗ്ഷനിൽ നിന്ന് പിടിച്ച് നേരെ ഇറക്കി ഇവിടെ പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ 4-വേ ജംഗ്ഷനിൽ ആയിട്ടാണ് അത് കയറുന്നത്. ഇവിടുന്ന് നേരെ വരുന്നത് താഴെ ബെൽ സ്വിച്ചിലോട്ടാണ്. ഈ ബെല്ലിൻ്റെ അകത്തുനിന്ന് കയറിയാണ് നേരെ മെയിൻ ബോർഡിലോട്ട്, സ്വിച്ച് ബോർഡിലോട്ട് പോകുന്നത്. അപ്പം ബെല്ലിൻ്റെ കണക്ഷനും ആവും. ഇത്രയും 5, 2, 7, അതേപോലെ അപ്പുറത്തെ ഷെയ്ഡിലോട്ട് ഇടാൻ പോകുന്ന ലൈറ്റ് കൺട്രോൾ നമുക്ക് ഇതേ കൂടി തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ വീട് എക്സ്റ്റൻഷനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് കൊണ്ടുപോകാം. ഇപ്പം നമ്മൾ ഈ 4-വേ ജംഗ്ഷൻ വഴിയാണ് ബീമിലോട്ടും അതേപോലെ ഈ ഷെയ്ഡിലോട്ടും തിരിച്ച് പഴയ ഷെയ്ഡിലോട്ടും നമ്മൾ പൈപ്പ് ഇട്ടേക്കുന്നത്. നമ്മൾ തുല്യ അകലത്തിലാണ് 5 ലാമ്പും നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രകാശം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ വീടിനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ലൈറ്റ് നമ്മൾ 5 ലൈറ്റ് പോയിൻറ്റുകൾ നമ്മൾ ഇട്ടേക്കുന്നത്. ഇതെല്ലാം തുല്യ അകലത്തിലാണ് നമ്മൾ ഇട്ട് പോയേക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 20 mm ബെൻഡിങ് പൈപ്പും അതേപോലെ ജംഗ്ഷനുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ എല്ലാത്തിൻ്റെയും അടിയിൽ നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ട്. പേപ്പർ വെക്കുന്നതിന് മെയിൻ കാരണം തട്ടിളക്കിയതിന് ശേഷം നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ തട്ടിളക്കാൻ നേരത്ത് നമുക്ക് കണ്ടില്ലെന്ന് വരും. കാരണം ഈ കമ്പി ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്തിട്ടാണ് കോൺക്രീറ്റ് ഇടുന്നത്. അപ്പോൾ ആ സമയത്ത് ജംഗ്ഷനും കൂടെ അങ്ങ് പൊങ്ങും. അപ്പം നമുക്ക് പിന്നീട് തട്ടിളകിയതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. സിംഗിൾ ലെയർ ആയതുകൊണ്ട് വലിയ പാടാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ കയറ്റി വെച്ചത്. പേപ്പർ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സീറ്റിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ഹോസ് കൊണ്ട് നമ്മൾ വെള്ളം കയറ്റി ഇറക്കി ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ മൂലയോട് മൂല 2 ഹൂക്കുകളും അതേപോലെ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നേരെ നമ്മൾ ഇട്ടേക്കുന്ന 2 ലാമ്പുകൾ ബീമിൻ്റെ അകത്താണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ കൺസീലിംഗ് സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്തിടാം. ഞങ്ങളൊരു വെറൈറ്റിയാണ് ചിന്തിക്കുന്നത്. അതെന്തായാലും വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇതെല്ലാം പണി പൂർത്തിയായിട്ട് നമ്മൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇവിടുന്ന് നേരെ പോകുന്നത് പഴയ ഒരു ഷെയ്ഡാണ്. ഈ പഴയ ഷെയ്ഡിൻ്റെ അകത്ത് നമുക്ക് ഒരു 3 ലാമ്പ്, 3-4 ലാമ്പ് നമുക്ക് കൊടുക്കണം. ഇത് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട്, വീട് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ഇതൊന്നും പൊളിക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഈ പൈപ്പ് അടിച്ചിറക്കി നേരെ മെഷീൻ കൊണ്ട് വരഞ്ഞ് ഒരു പൈപ്പിൻ്റെ രീതിയിൽ നമുക്ക് കിഴിച്ച് വേണം ആ ലാമ്പുകൾ ഇടാൻ. ആ ലാമ്പിൻ്റെ കണക്ഷനാണ് അത്. കൺസീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ 4-വേന്ന് തിരിച്ചും മറിച്ചും നമ്മൾ പിടിച്ചിട്ടുണ്ട്. നേരെ ബെൽ സ്വിച്ചിൻ്റെ ബോക്സിലോട്ടാണ് പോകുന്നത്. ആ ബോക്സിൽ നിന്നാണ് മെയിൻ ബോക്സിലോട്ട് കണക്ഷൻ പോകുന്നത്. കാരണം ഈ സൈഡത്തെ ഭിത്തി ഇടിച്ചിട്ടില്ല. ഈ സൈഡത്തെ ഭിത്തി നിലനിർത്തിക്കൊണ്ടാണ് ബാക്കി ഏരിയ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പൈപ്പ് നമ്മൾ വെച്ചേക്കുന്നത്. കൂടുതൽ വയറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കൂടി തന്നെ കയറിപ്പോകും. ഇത് തന്നെയാണ് അപ്പം നമ്മൾ എല്ലാത്തിലും പേപ്പർ വെച്ചിട്ടുണ്ട്. പേപ്പർ വെക്കുന്നതിന് മെയിൻ കാരണം ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബീമിലും അതുപോലെ 2 ലൈറ്റുകളെ വെച്ചിട്ടുള്ളൂ. അല്ലാത്ത കട്ടിങ് ഏരിയ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ലാമ്പ് നമുക്ക് വെക്കാമായിരുന്നു. അപ്പം ടോട്ടൽ നമ്മൾ ഈ ചെറിയൊരു ഏരിയയിൽ 5
3 വാട്ട്സിൻ്റെ സ്ട്രൈക്കറാണ്, LED സ്ട്രൈക്കറാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അത് വെക്കാനാണ് നോക്കുന്നത്.